ക്ഷമ ബീഹാർ സ്വദേശികളായ സബ് ഇൻസ്പെക്ടർ വിനയകുമാർ ദാസും അതുപോലെ മോഹൻകുമാർ കോൺസ്റ്റബിൾ CISFൻ്റെ ഉദ്യോഗസ്ഥരാണ്. ഇവർ രണ്ടുമാണ് ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം. സാധാരണഗതിയിൽ നമ്മുടെ റോഡിൽ പ്രകോപനങ്ങൾ ഉണ്ടാകാറുണ്ട്, തട്ടലും മുട്ടലും ഉണ്ടാകാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നീട് അത് പോലീസ് വന്ന് ഇടപെടുന്നു, അല്ലെങ്കിൽ അവർ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വണ്ടി തട്ടിയതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ, കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ അല്ലെങ്കിൽ അവർക്ക് അത്താണിയായ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണിപ്പോൾ അതിൻ്റെ പുതിയ വിവരങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത്? ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവങ്ങളല്ല. റോഡ് റേജ് കേസുകൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട്. അത് ഒന്നോ രണ്ടോ അല്ലല്ലോ കേരളത്തിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ തന്നെ വലിയ കേസസ് ഉണ്ട്. ഇപ്പോൾ തന്നെ 2009 ഓഗസ്റ്റ് 21 പോൾ ജോർജ് മുത്തൂറ്റ് വധക്കേസ്. അതിനെ നിയമപരമായി നോക്കിയാൽ അതിനകത്ത് ഒരുപാട് വിവാദമുണ്ട്. നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിയാൽ, അതായത് നിയമം തയ്യാറാക്കി വച്ചിരിക്കുന്ന രേഖകൾ നോക്കിയാൽ അതും ഇതുമാതിരി റോഡിലുണ്ടായിരുന്ന തർക്കമാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിൽ വെച്ചുണ്ടായ 2009 തർക്കമാണ് പോൾ ജോർജ് മുത്തൂറ്റിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് ആ കേസിൽ എഴുതി വെച്ചിരിക്കുന്നത്, പോലീസ് പറയുന്നത്. അതിനുശേഷം 2010 CBI വന്നപ്പോഴും CBI ഇതാണ് പറഞ്ഞത്. അതുപോലെ പിന്നെ ഓംപ്രകാശും പിന്നെ അയാൾക്കൊപ്പം പുത്തമ്പാലൻ രാജേഷും സാക്ഷികൾ, ആ കേസിലെ മുഖ്യ സാക്ഷികൾ, അവരുടെ മൊഴിയും അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ലോ, കോടതി രേഖകൾ, പോലീസിൻ്റെ രേഖകൾ അങ്ങനെയാണ്. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളതുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വേറെയും അക്കാര്യത്തിൽ ബന്ധപ്പെട്ട് ഉണ്ട്. 2015 ജനുവരി 29 ചന്ദ്രബോസ് വധക്കേസ്. പ്രതി നിഷാം സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയ കേസ്. അതും പ്രകോപനം. വാഹനം എത്തിയപ്പോൾ തുറന്നില്ല. അതും ഇതേ രീതിയിലൊക്കെ തന്നെയാണ് ഏകദേശം. വാഹനത്തിൻ്റെ പേരിലുണ്ടായ തർക്കം. ഹമ്മർ വന്നപ്പോൾ ഹമ്മർ കണ്ടപ്പോൾ ഇദ്ദേഹം തുറന്നില്ല. അതാണ്. നിഷാമിന് 24 വർഷം തടവും 80 ലക്ഷത്തിലധികം രൂപ പിഴയും. അങ്ങനെയാണ് ആ കേസിൻ്റെ വിധി ഉണ്ടായിരിക്കുന്നത്. പിന്നെ 2015 പിന്നെ ഈ വർഷം ഈ പുതുവർഷത്തിന് തൊട്ട് മുമ്പ് ഡിസംബർ 31 ഹനീഫ കാഞ്ഞിരമറ്റത്ത്, ഹനീഫയും അതുപോലെ തന്നെ ഷിബുവും തമ്മിലുള്ള വാഹന തർക്കം, വാഹനത്തിൻ്റെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട തർക്കം. ഹനീഫ കൊല്ലപ്പെടുന്നു. പിന്നെ 2022 ഫെബ്രുവരിയിൽ കുഴൽമന്ദത്ത് ആദർശും സബിത്തും മരിച്ച കേസ്. അതായത് KSRTC ഡ്രൈവറായിട്ടുള്ള വടക്കാഞ്ചേരി ഡിപ്പോയിലെ KSRTC ഡ്രൈവർ ഔസേപ്പുമായിട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഔസേപ്പ് ഈ 2 ചെറുപ്പക്കാരെയും KSRTC ബസ് വലത്തോട്ടടുപ്പിച്ച് ഇടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി എന്ന് പറയുന്ന കേസ്. ഇത് ധാരാളം കേസസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പരിസരം അന്വേഷിച്ച് പോകണമെങ്കിൽ പിന്നെ ഈ സിദ്ധുവിൻ്റെ കേസ് അറിഞ്ഞൂടെ? നവജോത് സിംഗ് സിദ്ധുവിൻ്റെ കേസ് 1988 ഡിസംബർ 27 നവജോത് സിംഗ് സിദ്ധുവും പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രൂപീന്ദർ സിംഗും ചേർന്ന് ഗുർനാം സിംഗ് എന്ന് പറയുന്ന 65 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസ്. അതും ഇതാണ്. സിദ്ധുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രൂപീന്ദർ സിംഗും കൂടെ വാഹനം ജിപ്സി ആയിരുന്നു, ജിപ്സി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തപ്പോൾ ഈ ഗുർനാം സിംഗ് എന്ന് പറയുന്ന 65 വയസ്സുകാരൻ ആ വാഹനം അങ്ങനെ റോങ് സൈഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ സിദ്ധു അയാളെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. പിന്നീട് അത് സുപ്രീം കോടതി വരെ പോയി. എനിക്ക് തോന്നുന്നു 2022 അദ്ദേഹത്തെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചു, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. അതിനുശേഷമാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ ജയിൽവാസം കൊണ്ട് തനിക്ക് തൻ്റെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് അദ്ദേഹം പിന്നീട് സാഹചര്യത്തെ വിശേഷിപ്പിക്കുകയോ ചെയ്ത ചരിത്രം ഈ കേസിനുണ്ട്. നിസാര പ്രകോപനങ്ങൾ റോഡിൽ ഉണ്ടാകുന്നതിനെ ഏറ്റുമുട്ടലാക്കി മാറ്റുകയാണ് കൂടുതലായി. അന്ന് ഇതൊക്കെ കുറവായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഓരോ കാലഘട്ടം കൂടുമ്പോഴും ഇത് കൂടിക്കൂടി വരികയാണ്. ഞാൻ തന്നെ ജോണേട്ടൻ്റെ ഒരു ദിവസം പറഞ്ഞു, ഞാനും
ഞാൻ ആഹാരം കഴിക്കാൻ പോയപ്പോൾ ആ സിഗ്നൽ ഓഫായി പോവുകയും ആ സിഗ്നൽ ഓഫായി പോയതിനെ തുടർന്ന് ഒരു ബൈക്ക് പുറകിൽ വന്നൊരു ബൈക്കിനെ മുന്നിലുള്ള ബൈക്കിനെ ഇടിക്കുകയും ചെയ്തു. പിന്നീട് അവിടെ ഞാൻ പറഞ്ഞില്ലേ റോഡ് ബ്ലോക്കായിട്ടുള്ള അടി റോഡ് ബ്ലോക്കായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അടിയോടടി, ഈ വന്നവരും നിന്നവരും പോയവരും എല്ലാവരും കൂടെ അടി. അത് ഏതാണ്ട് നല്ല കുറേ നേരം അവിടെ അടി നടന്നു. ഇങ്ങനെ നിസ്സാര വിഷയങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മൾ എന്തുമാത്രം വിഷ്വൽസ് കണ്ടു. അതെ, ഇപ്പോൾ ഒരു ബസ്സിലെ ഡ്രൈവർ കയറി വന്ന് മറ്റൊരു ബസ്സിലെ കണ്ടക്ടറെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന CCTV വന്നു. ഇതിപ്പോൾ എല്ലാം കായികപരമായി നേരിടുക എന്നുള്ള പരിപാടിയാണ്. വണ്ടിയാകുമ്പോൾ ഇടിക്കും, വണ്ടിയാകുമ്പോൾ തട്ടിയെ മുട്ടിയൊക്കെ ചെയ്യും. ഇനി എത്ര നല്ല ഡ്രൈവറാണെങ്കിലും വണ്ടി തട്ടും. വണ്ടി തട്ടാതെ നമ്മളിപ്പോൾ എന്താ പറയുക, അയ്യോ എൻ്റെ വണ്ടി ഒരിക്കലും ഇടിക്കില്ല എന്നുള്ള ചിന്തയൊന്നും അതെ നോക്കിയിട്ട് കാര്യമില്ല. എത്രത്തോളം അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാമെന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. ഇനി അബദ്ധവശാൽ മറ്റൊരു വണ്ടിയുമായിട്ട് ഉരസിയാലും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ് മിക്കവാറും എല്ലാ വണ്ടിയും ഇപ്പം. അല്ലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെസ്സേജ് വരും, നിങ്ങൾ ഇൻഷുറൻസിന് പുറത്താണെന്ന് അവർ മെസ്സേജ് അയക്കും. എന്ത് പൊല്യൂഷൻ ഇല്ലെങ്കിൽ ഇപ്പം മെസ്സേജ് വരുമല്ലോ. ആരാണോ രജിസ്ട്രേഷൻ ഓണർ ആരാണോ അയാൾക്ക് മെസ്സേജ് വരും. പൊല്യൂഷൻ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ മെസ്സേജ് വരും. ഇത് നമുക്ക് നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് ഇവരിങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ബുധനാഴ്ച രാത്രിയിൽ നായത്തോടുണ്ടായ സംഭവം. ആ വിമാനത്താവളത്തിൻ്റെ അരികിൽ നായത്തോട്, അവിടെ വെച്ച് ഇവർ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് വരുന്ന വാഹനങ്ങൾ, ഒന്ന് പിന്നെ എക്സ്പ്രസോ, മാരുതിയുടെ എക്സ്പ്രസോ, പിന്നെ ഈ CSFകാരുടെ കയ്യിൽ അതിൽ വിനയ്കുമാർ UP സ്വദേശിയാണ്. മോഹൻകുമാർ ബീഹാർ സ്വദേശി. വിനയ്കുമാർ ദാസ് എന്നാണ് അദ്ദേഹം. SIയും മോഹൻകുമാർ കോൺസ്റ്റബിളുമാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വാഹനം ഒരഞ്ഞതിനെ തുടർന്ന് ഈ മുന്നിൽ ഈ ഒരഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ കയറിയ പിന്നെ ഈ ഐവിൻ്റെ വാഹനം, ഐവിൻ ഇത് ക്രോസാക്കി നിർത്തി. കാര്യം ഐവിൻ കയറി വന്നപ്പോൾ ഇവർ വലതു വെച്ച് കൊടുത്തു വാഹനം. അപ്പോഴാണ് ഇത് ഒരഞ്ഞത്. അപ്പോൾ ഈ വിനയ്കുമാർ ദാസ് ഐവിനെ അസഭ്യം പറഞ്ഞപ്പോൾ ഐവിൻ ഇത് മൊബൈൽ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ വീണ്ടും വിനയ്കുമാർ ദാസ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് വാഹനം റിവേഴ്സ് എടുത്ത് മുന്നോട്ടെടുക്കാൻ നേരത്ത് ഈ ഐവിൻ ആ വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ റിവേഴ്സ് എടുക്കുകയും വീണ്ടും വലത്തോട്ട് വാഹനം തിരിച്ച് കയറിപ്പോകാൻ വീണ്ടും നോക്കി. അപ്പോൾ ഐവിൻ വീണ്ടും ക്രോസായിട്ട് കയറി നിന്നു. ഇവർ പിന്നീട് എടുത്ത വാഹനം നേരെ ഈ ഐവിനെ ഇടിച്ചുകൊണ്ട് 1.5 കിലോമീറ്ററോളം പോവുകയായിരുന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ കപ്പേള റോഡ്, ഈ കപ്പേള റോഡിലൂടെ പാഞ്ഞ വാഹനം നേരെ സെൻറ്റ് ജോൺസ് ചാപ്പലിൻ്റെ മുന്നിലാണ് പിന്നെ ഇത് നിൽക്കുന്നത്. അതിനരികിലാണ് ഇത് കൊണ്ടുവന്ന് നിർത്തിയത്. അവിടെ 37 മീറ്റർ അവിടെ വെച്ച് സഡൻ ബ്രേക്ക് ഇട്ട ഈ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ ഐവിനെ കയറ്റി ഇറക്കാൻ വേണ്ടി ഇവർ നോക്കി. പക്ഷേ എക്സ്പ്രസ്സോ ഒക്കെ അധികം പൊക്കമില്ലാത്ത വാഹനമായതുകൊണ്ട് അതിന് കയറി ഇറങ്ങി പോകാൻ പറ്റാതെ ഈ ചെറുപ്പക്കാരനെ ആ വാഹനം 37 മീറ്റർ വലിച്ചയച്ചു. അവിടെ വെച്ച് ഈ മരണം സംഭവിച്ചു. മോഹൻകുമാർ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇറങ്ങി ഓടിക്കളഞ്ഞു. വിനയ്കുമാർ ദാസിന് ഇറങ്ങി ഓടാൻ പറ്റിയില്ല. നാട്ടുകാർ ഇയാളെ കാര്യമായി കൈകാര്യം ചെയ്തു. അതിനുശേഷം അങ്കമാലി പോലീസ് ഇയാളെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. പിന്നീട് ജോലിക്കെത്തിയ മോഹൻകുമാറിനെ ജോലിക്ക് കയറ്റാനുള്ള ശ്രമം CISFൻ്റെ മേലുദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കവേ അവിടെ എത്തിയ കേരള പോലീസ് അവിടുത്തെ DIGയോട് സംസാരിച്ചു. R പൊന്നിയോട് ബന്ധപ്പെട്ടു. അതായത് സൗത്ത് സോൺ റേഞ്ച് എയർപോർട്ട് സൗത്ത് സോൺ റേഞ്ചിൻ്റെ DIG ആയിട്ടുള്ള R പൊന്നിയോട് സംസാരിക്കുക, നമുക്ക് അദ്ദേഹത്തേക്ക് വിട്ടുകിട്ടണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ പ്രകാരം DIG അവിടെ ഉത്തരവിട്ടു അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ. അങ്ങനെയാണ് പോലീസിന് ഇയാളെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴുള്ള നടപടി ഇനി ഞാൻ പറയാം. ഇപ്പോൾ പിന്നെ 2 പേർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ സസ്പെൻഷനാണ്. അവരെ 2 പേരും സസ്പെൻഡ് ചെയ്തു. ഇനി പിരിച്ചുവിടാനുള്ള നടപടിയാണ്. ഇന്റേണൽ എൻക്വയറി അവിടെ നടക്കുന്നുണ്ട്. ആ ഇന്റേണൽ എൻക്വയറിയുടെ റിപ്പോർട്ട് അവർക്ക് എതിരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിലെത്തിയ അവർ റൂറൽ പോലീസിൽ നിന്നും CSFൻ്റെ ഇൻ്റലിജൻസ് ടീം ഇത് വാങ്ങിക്കൊണ്ടുപോയി.
അവരിത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ അവിടെ സേന വെച്ചുകൊണ്ടിരിക്കില്ല. സേന ഇവരെ ഒഴിവാക്കി വിടും. കാര്യം എയർപോർട്ട് അടക്കമുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അവരുടെ ആപ്തവാക്യം തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സേനാ വിഭാഗത്തിന്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക സ്ഥാപനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സേനാ വിഭാഗത്തിന് പേരുദോഷമുണ്ടാക്കിയ ഇവരെ സേന വെച്ചുകൊണ്ടിരിക്കാതെ ഇവരെ പിരിച്ചുവിടും. ആദ്യഘട്ടമാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന നടപടി. രണ്ടുപേരും ഇപ്പോൾ ആലുവ സബ് ജയിലിലുണ്ട്. കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്, മനഃപൂർവ്വമുള്ള നരഹത്യ. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ചതെന്നും വാഹനത്തിൻ്റെ മുന്നിലിട്ട് വലിച്ചയച്ചതെന്നും പറയുന്നുണ്ട്. പിന്നെ മനസ്സിലാകാത്ത ഒരു പരിക്ക്, അത് കളമശ്ശേരിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ മനസ്സിലാകാത്ത ഒരു പരിക്ക്, ഈ യുവാവിൻ്റെ മുഖത്തിൻ്റെ മൂക്കിൻ്റെ ഈ പാലം അത് ഈ വണ്ടി ഇടിച്ചല്ല തകർന്നിരിക്കുന്നത്, അത് കൈകൊണ്ടുള്ള മർദ്ദനത്തിലാണ് തകർന്നിരിക്കുന്നതെന്ന് ഫോറൻസിക് സർജൻ അദ്ദേഹത്തിൻ്റെ അനുമാനമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം തടഞ്ഞു നിന്ന സമയത്ത് അസഭ്യം പറഞ്ഞതിനിടയിൽ ഈ ഐവിൻ മാറാതെ നിന്നപ്പോൾ ഈ ഐവിനെ ഇവർ കായികപരമായി നേരിട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കാം ഐവിനെ ഇവർ ഇടിച്ചു തെറിപ്പിച്ച് കൊണ്ടുപോയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഫോറൻസിക് സർജൻ്റെ അനുമാനം ഈ മൂക്കിലുള്ള തകർച്ച അതല്ല. ഈ കുട്ടിയുടെ, ഈ യുവാവിൻ്റെ ദേഹമാസകലം പരിക്കാണ്, ജനേന്ദ്രിയമടക്കം തകർന്നു പോയിരിക്കുകയാണ്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും രണ്ടുപേരെയും പിരിച്ചുവിടും. മാത്രമല്ല രണ്ടുപേർക്കും ജാമ്യം കൊടുക്കില്ല. ജാമ്യം കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ജാമ്യം കിട്ടും മുമ്പ് തന്നെ അവർക്ക് ഈ കുറ്റപത്രം സമർപ്പിക്കും. കാര്യം ഇവർ പോയാൽ തിരിച്ചു വരില്ല, പിന്നെ കിട്ടാൻ വലിയ രാജ്യം വിട്ട് തന്നെ കളയും, ഒരു സ്ഥലം വിട്ട് കളയും. അത് കോടതിയിൽ പോലീസ് പറഞ്ഞോളൂ. ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും പോലീസ് കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് തടസ്സമായിട്ട് പ്രോസിക്യൂഷൻ ഉന്നയിക്കാൻ പോകുന്നത്. ആ പ്രോസിക്യൂഷൻ്റെ വാദത്തെ കോടതി അംഗീകരിക്കാനാണ് സാധ്യത. കുറ്റപത്രം വേഗത്തിൽ കൊടുത്താൽ ഇവർ പോകാതിരിക്കും. കുറ്റപത്രം ഇട്ട് വൈകിപ്പിച്ചാൽ സ്വാഭാവിക ജാമ്യം കിട്ടും. രണ്ടുപേരും ഇവിടുന്ന് മുങ്ങും. നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീയെയും അതിൻ്റെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ 2 സൈനികരെ ഏതാണ്ട് ഒരു ദശാബ്ദത്തിനപ്പുറമാണ് പിടികൂടാൻ നമുക്ക് സാധിച്ചത്. 17 വർഷമോ 19 വർഷത്തിന് ശേഷമാണ്. അതെ, അത്രയും വർഷം സമയമെടുക്കേണ്ടി വന്നു അവരെ പിടികൂടാൻ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പല നാട്ടിൽ ജീവിച്ചിട്ടുള്ളവരാണ് ഇവർ. അവർക്ക് എവിടെയെങ്കിലും പോയി പിടിച്ചിരിക്കാൻ അവർക്ക് അതിനുവേണ്ടി സേന അവരുടെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും ജീവിക്കാനുള്ള ട്രെയിനിങ് സേന കൊടുത്തിട്ടുണ്ട്. അത് ശത്രുവിനോട് നേരിടാനാണ്. ഇവരിപ്പോൾ നമ്മുടെ നാട്ടുകാരെ തന്നെ പിടിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. ഏതായാലും സേനയ്ക്ക് വലിയ നാണക്കേട് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൂഗിളിൽ CISF എന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ ഒരു 4 സെർച്ചിൽ വരുന്നത് ഈ സംഭവമാണ് വരുന്നത്. അത് സേനയ്ക്ക് വലിയ നാണക്കേടാണ്. ശരി.